ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂര ഫിഷ് കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു ഫിഷ് കറിയാണിത്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു തക്കാളിയും ഒരു 10 ചെറുള്ളി അരിഞ്ഞതും ഒരു 2 കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റണ്ട, ഈ തക്കാളിയും ചെറുള്ളിയും ഒന്ന് സോഫ്റ്റായി വരുന്നൊരു ടൈമിന്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരുപാട് ആഡ് ചെയ്യേണ്ട, കളറിൽ ചേഞ്ച് വരും. ആഡ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതാകുമ്പോൾ എരിവും കുറവായിരിക്കും, നല്ല കളറും ഉണ്ടാകും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക. പിന്നെ അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടേണ്ടുള്ളത്. ഈ മല്ലിപ്പൊടിയും ഈ മുളക് പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉലുവപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, അത് സ്കിപ്പായിപ്പോയി. ഉലുവപ്പൊടി ഇട്ട് പിന്നെ നമുക്ക് ഫിഷ് എടുത്ത് ഇതിലേക്ക് പറക്കിയിട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകിയ ഫിഷ് കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഫിഷ് കറിയാണ് ചൂര ഫിഷ് കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫിഷ് കറി. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. ചൂര ഇതിൽ പ്രത്യേകിച്ച് മസാലയൊന്നും സ്പെഷ്യലായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിലേക്ക് ഈ ഫിഷ് ഫ്രൈ മസാലയിൽ വെള്ളത്തിന് പകരം കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യും കേട്ടോ. ഈ പുളിവെള്ളം ആഡ് ചെയ്തിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ അതാണ് ഇതിൽ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചൂര ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ആണ് ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.